ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് NPD അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഇത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് മനസ്സ് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഞാൻ പറയണമെന്ന് തന്നെയാണ്. അതൊരു വ്യക്തിത്വ വൈകല്യമാണ് എന്ന് വേണം പറയാം. ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമെല്ലാം അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷേ അതൊന്നും സാധാരണ ആളുകൾ കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ ഒരു പദം NPD അല്ലെങ്കിൽ നാർസിസിസ്റ്റ് എന്ന വേർഡ് പരിചിതമാവുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. തനിക്ക് വല്ലാത്തൊരു അമിത പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരിക്കും ഒരു നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ തെറ്റുകൾ ഒരിക്കലും അവർ അംഗീകരിച്ചു തരില്ല. അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവരുമായി ഇടപഴകുന്ന ക്ലോസ് സർക്കിളിലുള്ള എല്ലാ പേരോടും അവർ പെർഫെക്റ്റ് ആൻഡ് നീറ്റായിരിക്കും, സ്വന്തം പാർട്ട്ണർക്കൊഴിച്ച്. ഈ പാർട്ട്ണറോട് മാത്രമായിരിക്കും അയാൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത്. മറ്റെല്ലാവർക്കും അയാൾ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അത്രയും നല്ലൊരു പേഴ്സൺ ആ പ്രദേശത്ത് പോലും ഉണ്ടാവുകയില്ല. പക്ഷേ സ്വന്തം പാർട്ട്ണറോടുള്ള കഥ വേറെ ആയിരിക്കും. ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ പാർട്ട്ണറെ ഒരിക്കലും വളരാനോ അതൊരു രീതിയിലും ഫിനാൻഷ്യലായിക്കോട്ടെ മറ്റെല്ലാ രീതിയിലും ഒരു വ്യക്തിയായി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും അയാൾ തടസ്സപ്പെടുത്തും. തൻ്റെ പാർട്ട്ണർ ഒരു വ്യക്തിയാണ് എന്ന് അംഗീകരിക്കാൻ പോലും അവർ തയ്യാറാവുകയില്ല. കാരണം ഈ പാർട്ട്ണർ അവരെന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം ഈ നാർസിസിസ്റ്റ് മുടക്കും. തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് തങ്ങളുടെ പാർട്ട്ണർ എന്ന് അവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല. അവർക്ക് കുട്ടികളുണ്ടായിരിക്കാം, എങ്കിൽ പോലും അവരുടെ ലൈഫിൻ്റെ വളരെയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർ എന്ന് അവർ അംഗീകരിച്ചു തരില്ല. ഒരുപക്ഷെ അയാളുടെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളിലുമെല്ലാം കൈത്താങ്ങായി നിന്ന വ്യക്തിയാണ് മറുപുറത്തുള്ളത് എന്ന് അവർ ഒരിക്കലും ഓർക്കുക പോലുമില്ല. നമ്മൾ വിക്റ്റിമായിട്ടുള്ള പാർട്ട്ണർ ഇത് മനസ്സിലാക്കുമ്പോഴേക്കും വർഷങ്ങൾ 10-15 കടന്നു പോയിട്ടുണ്ടാകും. അതായത് കഥ മനസ്സിലാകുമ്പോഴേക്കും ആട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്നർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത്, വിവാഹം കഴിക്കാൻ പോകുന്നവരോടും കഴിച്ച് കുറച്ചായിട്ടുള്ളവരോടുമാണ് ഞാൻ ഈ പറയുന്നത്. കല്യാണം കഴിച്ച് കഴിഞ്ഞ് പ്രഗ്നൻസി പെട്ടെന്നാവാതിരിക്കുക. നമ്മുടെ പാർട്ട്ണർ എങ്ങനത്തെ രീതിയിലുള്ള ആളാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഇത്തരം പേഴ്സണാലിറ്റിക്ക് ഉടമയായിട്ടുള്ള ആളുകൾക്ക് നമുക്കൊരു നല്ല ജീവിതം കെട്ടിപ്പടുക്കണമെന്നോ നല്ല രീതിയിൽ ജീവിക്കണമെന്നോ ഒന്നും അവർക്ക് ആഗ്രഹമുണ്ടാവുകയില്ല. മാത്രമല്ല അവരുടെ ഫുൾ ശത്രുത, അങ്ങനെ ഒരു മനോഭാവം എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ പാർട്ട്ണറോട് അവർ കാഴ്ചവെക്കും. അത് ഈ വിക്റ്റിമായ പാർട്ട്ണർക്ക് ബന്ധുക്കളോടോ സ്വന്തം സുഹൃത്തുക്കളോടോ പോലും പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഈ പെർഫോമൻസ് എല്ലാം നടക്കുന്നുണ്ടാവുക. അതിൽ പ്രധാനമാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന ഒരു പ്രയോഗം. അതായത് ഈ പേഴ്സണാലിറ്റിക്ക് ഉടമ ആയിട്ടുള്ളവർ നമ്മുടെ ഓരോ വാക്കും, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും നമുക്കെതിരെയുള്ള വെപ്പണായിട്ടാണ് ഉപയോഗിക്കുക. പ്രശ്നം നമ്മുടേതാണോ എന്ന് കൺഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വർഷങ്ങൾ പോകും. കാരണം നമുക്ക് മനസ്സിലാവുകയില്ല എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന്. എന്നാൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്.
ഒരു NPD ഉള്ള ആളുടെ പാർട്ണർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുമായി വാക്തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ സാധാരണ ഒരു ലൈഫിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് മദ്യപാനമൊക്കെ ഉള്ള ആളാണെങ്കിൽ ആ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവുക സാധാരണമാണ്. അപ്പോൾ പ്രതികരണം നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകും. നമ്മുടെ പ്രതികരണമാണ് അവർ ഇന്ധനമാക്കി ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ മാക്സിമം പ്രകോപിപ്പിക്കുക. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ വായിൽ നിന്ന് വാക്കുകൾ ചാടി വീഴാനാണ് അവർ നോക്കിയിരിക്കുന്നത്. സോ അങ്ങനത്തെ ആളുകളുമായി പ്രതികരിക്കാതെ ഇരിക്കുക. കാരണം അവർ തനിക്കുള്ള പിടിവള്ളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. NPD ഉള്ള ഒരാൾ ഒരിക്കലും തൻ്റെ പാർട്ട്ണറിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുകയില്ല. അതായത് ഇപ്പം തൊഴിൽ രഹിതയായ ഒരാളാണ് ഭാര്യയെങ്കിൽ ഒരു NPD ഉള്ള ഒരാൾ ഒരിക്കലും ഫിനാൻഷ്യലി അവർ സപ്പോർട്ട് ചെയ്യില്ല. ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും അല്ലേ? സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടി വരും, നമ്മുടെ കൂട്ടുകാരെ കാണാൻ പോകേണ്ടി വരും, കുട്ടികളുമായി ഒന്ന് പുറത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ പേഴ്സണലി നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടാവും. ഇത്തരം ഒരു കാര്യങ്ങളും അവർ അന്വേഷിക്കുക പോലുമില്ല. കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവർ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ അത് സമൂഹത്തിന് ഷോക്കേസ് ചെയ്യാനായിരിക്കും. കാരണം ആ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർ ഓൾവേസ് പെർഫെക്റ്റ് ആയിരിക്കണം. അതവർക്ക് നിർബന്ധമായിരിക്കും. തൻ്റെ പാർട്ട്ണറിനെ എപ്പോഴും കുറ്റവാളിയാക്കി നിർത്തുക അല്ലെങ്കിൽ തെറ്റുകാരിയാക്കി നിർത്തുക എന്നുള്ളത് അവരുടെ ഒരു ഹോബി ആയിരിക്കും. NPDയിൽ ഒരു വ്യക്തിയുമായാണ് സഹവസിക്കുന്നത് എന്ന് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എസ്കേപ്പായി പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് വലിയ കുട്ടികൾ വലുതായാലും ചെറുതായാലും ആവുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഇൻക്ലൂഡഡ് ആവുമ്പോൾ ഇത് നമുക്ക് സ്വന്തം ബന്ധുക്കളോട് പോലും നമുക്ക് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആത്മധൈര്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ സിറ്റുവേഷനെ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞു. സോ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എല്ലാ നിമിഷവും. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള നിമിഷങ്ങളായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. സത്യം പറഞ്ഞാൽ ഒരു ദുരന്തത്തെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾ ഒരിക്കലും മാറുകയില്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സോ നമ്മളിവിടെ തയ്യാറായിരിക്കുക. നമ്മുടെ സെൽഫ് പീസ്, ഇന്നർ പീസ്, നമ്മുടെ സന്തോഷം അതൊക്കെ കൈവിട്ട് കൊടുക്കില്ല എന്ന് മനസ്സിലുറപ്പിക്കുക. നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അവർ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഇപ്പം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു ഇത് കിട്ടും. സോ എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കുക. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമാവുകയില്ല. ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകും, അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ NPDയിലെ വ്യക്തികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അവരെ നമ്മൾ ഫ്ലൈയിങ് മങ്കീസ് എന്നാണ് വിളിക്കുക. അത് അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കാം, ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ ആരുമാവാം. അപ്പം അവർ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, അനീതിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും അവരത് എതിർത്ത് സംസാരിക്കുകയില്ല. കാരണം ഒരു പക്ഷേ എന്നല്ല, 100%ഉം ഈ NPD ഉള്ള ആളുടെ സപ്പോർട്ടീവ് സിസ്റ്റത്തോടെ ആയിരിക്കും ഈ ഫ്ലൈയിങ് മങ്കീസ് ജീവിക്കുന്നുണ്ടാവുക. സോ സ്വന്തം ഈ സപ്പോർട്ട് സിസ്റ്റം തകർത്തുകൊണ്ട് ഒരിക്കലും നീതിക്ക് വേണ്ടി വാദിക്കുവാനോ അല്ലെങ്കിൽ സത്യം എന്തെന്ന് ചെയ്യുവാനോ ആരും തയ്യാറാവുകയില്ല. അപ്പോൾ വിക്ടിം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മളെ പിന്തുണയ്ക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. കാരണം നമുക്കത് ഇങ്ങനെയൊരു കാര്യം മറ്റൊരാൾക്ക് അവതരിപ്പിക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാളുടെ മുമ്പിൽ നമുക്ക് ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്തിനു വേണ്ടിയായാലും
നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റിംഗ് പോയിൻ്റ് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞത് ഇതൊരു സോഷ്യൽ ആസ്പെക്റ്റിലാണ്. ഇത് നമ്മൾ സ്പിരിച്വൽ വേർഷനിൽ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്തരം കാർമിക് റിലേഷൻ എൻ്റർ ആവുന്നത് നമ്മളെ എവേക്കൻ ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുക. അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ആത്മാവിനെ ഉണർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ചില ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടി. തീർച്ചയായും അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം കാർമിക് റിലേഷൻസ് ഒരാളുടെ ജീവിതത്തിൽ എൻ്റർ ആവുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ അലേർട്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാനിത് പറയുന്നത് സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരത് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എത്ര പെട്ടെന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സേവ് ചെയ്യാൻ കഴിയും. എന്ന് വെച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളത് അങ്ങോട്ട് ജഡ്ജ് ചെയ്യുക എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അവർ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നുണ്ടോ, എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലയിലിടുന്നുണ്ടോ, നമ്മളെ മാത്രം കുറ്റക്കാരിയായിക്കൊണ്ട് പറയുന്നുണ്ടോ. ശാരീരികമായ പല ബുദ്ധിമുട്ടുകളിലും ബാത്റൂമിൽ പോകാനടക്കം സഹായിച്ച പാർട്ട്ണർ ആയിരിക്കും കൂടെയുള്ളത്. പക്ഷേ ഈ NPD ഉള്ള ആളുകൾ അവരെ സ്വന്തം ബന്ധുക്കളുടെ മുമ്പിൽ പോലും കറിവേപ്പിലയുടെ വില പോലും കൊടുക്കുകയില്ല എന്നുള്ളതാണ് സത്യം. എന്നാലോ അവർക്ക് ബെഡ്റൂമിൽ തൻ്റെ പാർട്ട്ണറെ ആവശ്യമായിരിക്കുകയും ചെയ്യും. അതായത് അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന തൻ്റെ പാർട്ട്ണർ ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു മനസ്സും ആത്മാവുമുള്ള ഒരാളായിട്ട് അവർ പരിഗണിക്കുകയില്ല. അവർ വിചാരിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ഓപ്പോസിറ്റുള്ള ആൾ എന്നാണ്. പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് NPD ഉള്ള ഒരു വ്യക്തി തൻ്റെ പാർട്ട്ണറെ, അതായത് ഈ വിക്ടിമിനെ സമാധാനത്തോടെ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് രാത്രിയോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂ അവർ ക്രിയേറ്റ് ചെയ്യും. അത് മനഃപൂർവ്വം തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു ഇഷ്യൂസ് അവിടെ ഇല്ലെങ്കിൽ കൂടി എന്തെങ്കിലും പറഞ്ഞ് വിക്ടിമിനെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും ഒരു ചെറിയ വഴക്ക് അവിടെ ഉണ്ടാക്കി തീർക്കും. അത് ആ ചെറുത് പിന്നെ വലുതാക്കി തീർത്ത് അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തി കളയും. NPD എന്ന് പറയുന്ന വ്യക്തിത്വ വൈകല്യം സ്ത്രീകളിലും അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇത്തരം ലൂപ്പുകളിൽ പെട്ടുകിടക്കുന്നവർക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് റിലീവ് ആവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.